മക്കളെ, ജെറൂസലമിൽ നിന്നും 3 മിനിറ്റിൻ്റെ പ്രാർത്ഥനയ്ക്കായി ഇതാ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. വിദേശത്തുള്ളവരും സ്വദേശത്തുള്ളവരും പഠിക്കുന്ന കുട്ടികളും ജോലി അന്വേഷിക്കുന്ന യുവാക്കന്മാരും വൈദികരും സിസ്റ്റേഴ്സുമൊക്കെ ഈ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. 50 നൊയമ്പ് ആരംഭിച്ചിരിക്കുന്നു. യേശുവിനെ കൂടുതൽ അടുത്തറിയാനായിട്ടുള്ള അവസരങ്ങൾ ഈ 50 നാൾ ദിവസങ്ങളിൽ ദൈവം നമുക്ക് തരും. പ്രാർത്ഥനയും ഉപവാസവും പ്രായശ്ചിത്തവും കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമ്പന്നമാക്കാം. ഇന്ന് കർത്താവ് തരുന്ന വചനം ശ്രദ്ധയോടെ നമുക്ക് കേൾക്കാം. 1 പത്രോസ് 4:19. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് വിശ്വസ്തനായ സൃഷ്ടാവിന് തങ്ങളുടെ ആത്മാക്കളെ ഭരമേൽപ്പിക്കട്ടെ. ദൈവഹിതമനുസരിച്ച് സഹിക്കുന്നവർ നന്മ ചെയ്യണമെന്ന്. എല്ലാ വേദനകളും സഹനമാകുന്നത് ദൈവകരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമ്പോഴാണ് വേദനകൾ സഹനങ്ങളായി മാറുന്നത്. ദൈവം അനുവദിക്കുന്ന സഹനങ്ങളുണ്ട്, മനുഷ്യർ സമ്മാനിക്കുന്ന സഹനങ്ങളുണ്ട്. നമ്മുടെ അവിവേകപൂർണമായ തീരുമാനങ്ങൾ കൊണ്ട് നമുക്കുണ്ടാകുന്ന സഹനങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ദൈവം അനുവദിക്കുന്ന സഹനങ്ങളെ സന്തോഷപൂർവ്വം കരങ്ങളിൽ ഏറ്റുവാങ്ങുമ്പോൾ അവൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഒരു വിദ്യാർത്ഥിയായി കൊള്ളട്ടെ, ഒരു രോഗിയായി കൊള്ളട്ടെ, ഒരു വ്യാപാരിയായി കൊള്ളട്ടെ, ഏത് തുറയിലകപ്പെട്ടവർക്കും സഹനങ്ങൾ ഉണ്ടാകും. ആ സഹനങ്ങൾ നമ്മെ വിശുദ്ധീകരിക്കും, നമ്മെ വ്യത്യസ്തരാക്കി മാറ്റും. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.